രാത്രി പതിവില്ലാതെ കോൾ കണ്ടപ്പോൾ കിച്ചു ഫോണെടുത്ത് നോക്കി. കൃപ ടീച്ചറാണ്. മനസ്സിൽ ലാത്തിരി പൂത്തിരി പുഞ്ചിരി ചെപ്പോ കമ്പിത്തിരി മത്താപ്പു. ഹലോ കൃപ, ഞാൻ ഫുഡ് കഴിക്കാൻ പോയതാ, എന്താ വിളിച്ചേ? സൗമ്യതയോടെ കിച്ചു ചോദിച്ചു. അതെ, ഇത്രയ്ക്ക് ഭവ്യതൊന്നും വേണ്ട, സാധാരണ സംസാരിച്ചാൽ മതി. കിച്ചു ഫാൻസ് അതാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് വിളിച്ച കാര്യം പറയാം. അടുത്ത PSC എക്സാമിന് ഒരു 2.5 മാസമേ ഉള്ളൂ. അതുകൊണ്ട് നാളെ മുതൽ മുടങ്ങാതെ ക്ലാസ്സിൽ പോയിക്കൊള്ളണം. പിന്നെ ഈ നേരാകുമ്പോൾ ഞാൻ വിളിക്കും. അത്യാവശ്യം കണക്ക് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കൂടെ എന്നാൽ ഞാനും സഹകരിക്കും. ഇല്ലെങ്കിൽ അടുത്ത് വരുന്ന 4 ജനക്ക് സമ്മതം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകും കേട്ടോ. കൃപ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. കിച്ചുവിന് അത് ഒട്ടും പിടിച്ചില്ലെന്ന് മുഖം വ്യക്തമാക്കുന്നുണ്ട്. കിച്ചു ഫോണിലേക്ക് നോക്കി പല്ല് അടിച്ചുകൊണ്ട് കൃപയുടെ അച്ഛനെ നന്നായി സ്മരിച്ചു. ഹോ, അയാളുണ്ടായോണ്ടല്ലേ ഇവളുള്ളതുകൊണ്ടല്ലേ എനിക്ക് അവസ്ഥ വന്ന്. ആത്മഹതിച്ചുകൊണ്ട് ചുടിൽ കൃത്യമായ ചിരി വരുത്തി. പിന്നെന്താ പൂവാലോ, കൃപ പറഞ്ഞ് ഞാൻ എന്തും അനുസരിക്കും. പിന്നെ കണ്ടീഷൻ എനിക്ക് ഓർമ്മയുണ്ട്. ദേവന്റെ കുട്ടി ഒരു കുഞ്ഞുണ്ടാകുന്നവരെ ഞാൻ എന്നും കേൾക്കും, എന്നും സഹിക്കും. ബിക്കോസ് ഐ ലവ് യു കൃപ, ഐ ലവ് യു സോ മച്ച്. എന്നാ വേഗം പറ, 3 ക്യൂബ് എത്രയാണ്? കൃപയുടെ ചോദ്യത്തിൽ കിച്ചു ഞെട്ടി. എന്താ ചോദിച്ചേ? 3 ക്യൂബ് കേട്ടിട്ടില്ലേ, എത്രയാണെന്ന്? കൃപ അല്പം കൂടെ ഗൗരവത്തിൽ ചോദിച്ചു. ദേ ടീച്ചറെ, അങ്ങനെയും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, വേറെന്തെങ്കിലും ചോദിക്കേ. കിച്ചു മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ശരി, ക്യൂബ് വേണ്ട, അറ്റ്ലീസ്റ്റ് സ്ക്വയർ അറിയാമോ? എവിടുന്ന്? മറുപടി പോലും ഇല്ല. ഒന്നും വേണ്ട, ടേബിൾ അറിയാമോ? 6ന്റെ ഗുണപട്ടിക പറഞ്ഞേ. കൃപയുടെ ആ ചോദ്യം കിച്ചുവിനെ ചൊടിപ്പിച്ചു. കിച്ചു ടീച്ചറിന്റെ കൈ മുകളിലേക്ക് പൊക്കി മുടിയെല്ലാം ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, 6ന്റെ ഗുണപട്ടികല്ലേ? എന്നാലും അതിൽ ഈ 6, 7, 8 ഇച്ചിരി ടഫാ, കുറച്ചുകൂടെ സിമ്പിളാക്കാമോ? കിച്ചുവിന്റെ ആ മറുപടിയിലൂടെയാണ് കൃപയ്ക്ക് ശരിക്കുള്ള കിച്ചുവിന്റെ നിലവാരം മനസ്സിലായത്. വന്ന ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് കൃപ ഗുഡ് നൈറ്റ് പറഞ്ഞ് കോള് കട്ടാക്കി. അല്ല പിന്നെ നമ്മുടെ കിച്ചുവിനോടാ ടീച്ചറുടെ കളി. സുൽത്താനാണെങ്കിൽ കണ്ണിൽ കാണുന്നതോടൊക്കെ തട്ടിക്കയറുവാണ്. മനസ്സിലെ നോവ് അങ്ങനെ തീർക്കാനേ ആ പാവത്തിന് കഴിയുന്നുള്ളൂ. ഇക്ക, ഉമ്മ കഞ്ഞി വിളമ്പിയിരിക്കണു, നിങ്ങൾ വിളിക്കുന്നുണ്ട്. നാദിർ എന്ന് പറയുമ്പോൾ ബെഡിൽ കിടന്നുകൊണ്ട് സുൽത്താൻ എന്ന് മൂളി. വായിക്ക, ഉപ്പ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. അവള് രണ്ടാമതായി വിളിച്ചപ്പോൾ സുൽത്താൻ വേഗത്തിൽ എഴുന്നേറ്റു. അന്നോടുള്ള പറഞ്ഞ നമ്മൾ വരാന്ന്, എന്നാ കൂടെ വിളിക്കണേ? ഒരു ദിവസം കഴിച്ചിരുന്ന് വെച്ച് മയ്യത്താവുന്നില്ലല്ലോ. ആർക്കാ വിശക്കുന്ന വെച്ച് കഴിച്ചോളി, നമ്മുടെ കാര്യമായിരുന്നു നോക്കണ്ട. അത്രയും പറഞ്ഞിട്ട് സുൽത്താൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു. എന്തോ ദേവനില്ലാത്തതിന്റെ കുറവിപ്പോൾ നന്നായിട്ട് അറിഞ്ഞു തുടങ്ങി. ഒന്നും പറഞ്ഞില്ലേ പോലും എല്ലാം മനസ്സിലാക്കുന്നവൻ. പാലക്കാട് വീട്ടിൽ ചെന്നെങ്കിലും ഒട്ടും വൈകാതെ എല്ലാവരും ചിറക്കിലേക്ക് തിരിച്ചു. ഏതാണ്ട് 2 മണിയോടെ അടുത്തപ്പോൾ അവർ വീട്ടിലേക്ക് എത്തി. നല്ല ക്ഷീണം തോന്നുന്നതിനാൽ കൂടുതൽ ചർച്ചകൾക്കൊന്നും ആരും നിന്നില്ല. ലൂക്ക് എൽസയുമായി മുറിയിലേക്ക് കയറി കഥ കടിച്ചു. എൽസ മോളെ, നല്ല ക്ഷീണം, ലൂക്ക് ഒന്ന് കുളിച്ചിച്ച് വരാമേ, മോള് കിടന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ടവലും എടുത്ത് ലൂക്ക് ബാത്റൂമിൽ കയറി. എൽസ എല്ലാം തുറന്നു പറയാനുള്ള തയ്യാറെടുപ്പിൽ ബെഡിലേക്ക് ഇരുന്നു. ഇതേ സമയം രൂപ ദച്ചുവിനെ താങ്ങിപ്പിടിച്ച് മുറിയിലാക്കി. അവളും അവനരികിലായി വന്ന് കിടന്നു. രൂപ, ആർദ്രമായി ദച്ചു വിളിച്ചു. എന്താ ദച്ചു ഏട്ടാ, വേദന ഒന്നുണ്ടോ? ചൂട് പിടിച്ചേരട്ടെ? അവൾ സ്നേഹപൂർവ്വം ചോദിച്ചു. ഏയ് അതല്ലടി, ഈ ആലിപ്പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറയുന്നില്ലേ, അതാ. ആരോടുന്നില്ല ആ മച്ചിപ്പുറത്തേക്ക് നോക്കിക്കൊണ്ട് ദച്ചു പറഞ്ഞു. ഓ, അതായിരുന്നു. ഒന്ന് മിണ്ടാണ്ട് കിടന്നുറങ്ങിയ മനുഷ്യ. യാത്ര ചെയ്ത് മനുഷ്യന്റെ ഊപ്പാട് ഇളകി. അല്ല, ഞാനിതാരോടീ പറയുന്നു? കിടന്നോ. ചിരി അടക്കി പിടിച്ചുകൊണ്ട് രൂപ കിടന്നു. ഇതിലിപ്പോൾ ആരെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. മറുവശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ദച്ചു. നീ ഇതെവിടേക്കാ പുതപ്പും തലയിണയായി? ഭദ്രെല്ലാം കെട്ടിപ്പിറക്കുന്ന കണ്ട് ദേവൻ ചോദിച്ചു. എന്നോടൊപ്പമുള്ള ജീവിതം അടുത്ത സ്ഥിതിക്ക് ഇനി ഞാൻ തൻ്റെ കൂടെ ഒന്നിനുമില്ല, ഞാൻ താഴെ കിടന്നോളാം. മുഖം കൂട്ടി താഴെ വിരിപ്പിരിച്ചുകൊണ്ട് ഭദ്ര പറഞ്ഞു. താഴെ കിടന്ന എലി കരളും കേട്ടോ, താക്കീതായി ദേവൻ പറഞ്ഞു. എൻ്റെ ജീവിതമേ നായ നക്കി, അപ്പോഴേ ഒരു എലി. പോയി കിടന്നുറങ്ങണ തെമ്മാടി, നീ എന്നോട് സംസാരിക്കാൻ വരണ്ട. മുഖം കൂട്ടിക്കൊണ്ട് ഭദ്ര പുതപ്പും വലിച്ചിട്ടു. അയ്യടാ, അല്ലെങ്കിലിപ്പോൾ എനിക്കാണല്ലോ മിണ്ടാൻ താല്പര്യം. നീ പോടി ഉണ്ടക്കണ്ണി നിന്റെ മറ്റോട് പോടാ. എന്റെ മറ്റവൾ ആരാണെന്ന് എന്താണെന്നും ഞാൻ നാളെ കാണിച്ചു തരാടി താടകെ. പതിഞ്ഞ സ്ഥലത്തിൽ പറഞ്ഞുകൊണ്ട് ദേവനും കിടന്നു. ലൂക്ക കുളിച്ചിറങ്ങി എൽസ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ലൂക്ക എന്താണെന്ന് മറ്റേ തലകുർത്തിക്കൊണ്ട് എൽസയെ നോക്കി. ലൂക്ക സംശയത്തോടെ അവൾ നോക്കി നിൽക്കുവാണ്. പിന്നെ ഒന്നും മിണ്ടാതെ മുടി തോർത്തിക്കൊണ്ട് കണ്ണാടിക്കുമ്പിൽ ചെന്നൊരു ടീഷർട്ടും ധരിച്ച് മീശയും മുടിയുമെല്ലാം കൈകൊണ്ട് ഒതുക്കി. പതിയെ ഡ്രസ്സിംഗ് ടേബിൾ ചാരിന്ന് എൽസയെ നോക്കി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. ലൂക്ക ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ അപ്പോഴേക്ക് എൽസ ലൂക്കയുടെ കാലുകളിൽ വീണിരുന്നു. ഞെട്ടലോടെ ലൂക്ക തറഞ്ഞിന്ന് പോയി. എന്താ എൽസ മോളെ, എന്താ നീ ചെയ്യുന്നത്? വ്യാകുലതയോടെ ലൂക്ക അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കാലിൽ വിടാതെ പിടിച്ചിരിക്കുകയാണ് എൽസ. സോറി ചായ, മാപ്പ്, ഞാൻ ഇച്ചായനെ പറ്റിക്കായിരുന്നു. സോറി ചായ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഈ വീട്ടിലേക്ക് വന്നപ്പോഴുണ്ടായ ഷോക്കിൽ അറിയ നിമിഷം എനിക്കെല്ലാം ഓർമ്മ വന്നു. ഇച്ചായ, ഞാൻ ഇച്ചായനെ പറ്റിക്കായിരുന്നു. സോറി, എന്നോട് ക്ഷമിക്കും പ്ലീസ്. അവളുടെ വാക്കുകളിൽ അവൾക്ക് മേലെ പതിഞ്ഞ കൈകൾ താനെ അയഞ്ഞു. കണ്ണിൽ നിന്നൊരു തുള്ളി എൽസയുടെ ചുമലിലേക്ക് ഇറ്റു വീണു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ തലയുയർത്തി നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ സ്വയം ഒരുക്കിപ്പോകുന്ന പോലെ തോന്നി എൽസക്ക്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. ഇച്ചായ, അവന്റെ കവളിൽ കൈ ചേർത്തുകൊണ്ട് എൽസ വിളിച്ചു. എന്നാൽ ഒരുതരം മരവിപ്പായിരുന്നു ആ മുഖത്ത്. പിന്നീട് ആ ദേഷ്യത്തിലേക്ക് വഴിമാറി.
എൽസയുടെ കൈകളെ തട്ടിത്തെറിപ്പിച്ച് ലൂക്ക മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എൽസ കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഊർന്നിരുന്നു. ലൂക്ക മുറിക്ക് പുറത്ത് നിന്ന് കൈകൾ ചുമലിൽ താങ്ങി ആരുമറിയാതെ കണ്ണീർ പൊഴിച്ചു. അടുത്ത ദിവസം രാവിലെ ആരോ കഥയിൽ തടന്ന ശബ്ദം കേട്ടാണ് ദേവൻ ഉണരുന്നത്. മോനെ ദേവ, കഥ കുറക്കടാ, അമ്മയാ. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അടുത്തിടക്കുന്ന ഭദ്രക്കായി കൈകൾ പരതി. പെട്ടെന്നാണ് ഇന്നലുണ്ടായ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. വേഗത്തിൽ കട്ടിൽ നിന്ന് താഴേക്ക് നോക്കി പതിയെ എഴുന്നേറ്റു. അയ്യണ, താടകയുടെ കിടപ്പുണ്ടില്ലേ, പാമ്പ് ഇരവഴുങ്ങി കിടക്കുന്ന പോലെ. കാണുമ്പോഴൊരു തൊഴി കൊടുക്കാനുള്ള തോന്നുന്നു. ദേവൻ ആരോടുന്നില്ലാതെ പറഞ്ഞു. ഡാ മോനെ, കഥ കുറക്കടാ. രേവതിയമ്മ തുടരെ വിളിച്ചുകൊണ്ടിരുന്നു. ആ ദാ വരുന്നമ്മ. ദേവൻ വിളിച്ചു കൂവി. ആ ശബ്ദത്തിൽ ഞെട്ടിയാണ് ഭദ്ര ഉണർന്നത്. പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. നോക്കുമ്പോൾ ദേവനാണ്. അവൾ ദേഷ്യം കടിച്ചമർത്തി. ഡോ, തനിക്ക് കാലത്തിന് എന്തിന്റെ കേടാ, എന്തിനെ കീറിപ്പൊളിക്കുന്നത്? ഉറങ്ങാൻ തനിക്ക് കണ്ടൂടെ? ഭദ്ര തുള്ളിക്കൊണ്ട് എഴുന്നേറ്റു. നിന്ന് ചിലക്കാതെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ എടുത്ത് ചുറ്റി ബെഡിലിട്, അമ്മ വിളിക്കുന്നുണ്ട്. പറഞ്ഞു തീരുമ്പോഴേക്കും കഥയിൽ വീണ്ടും ഒരു തട്ടി കിട്ടി. ഭദ്ര വെപ്രാളത്തിലെല്ലാം ചുരുട്ടിയെടുത്ത് കട്ടിലിന്റെ അടിവശത്തേക്ക് തള്ളി. സാരിയും കോപ്പൊക്കെ നേരാക്ക്, ഇല്ലെങ്കിൽ അതും എന്റെ തലയിലാവും. അത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ കഥക് തുറക്കാൻ ചെന്നു. ഭദ്ര ചമ്മലോടെ മാറിലും തെന്നിക്കിടന്ന സാരി വലിച്ച് നേരെയാക്കി. എന്താ അമ്മ, എന്തിനാ കാലത്തിന് ഉറക്കം കിടത്തുന്നത്? ദേവൻ ഗൗരവത്തോടെ ചോദിച്ചു. എത്ര തവണയാണെന്ന് വെച്ചാൽ വിളിക്കുക. ഡാ, നമ്മുടെ എൽസമോൾക്ക് ബോധം തിരിച്ചു കിട്ടി. അൻപുവേട്ടാന്ന് പറഞ്ഞ കരയോണം അവൾ. നീ ചെല്ലി. രേവതിയമ്മ പറഞ്ഞു തീരും മുന്നേ അമ്മയെ തള്ളി മാറ്റി മുണ്ടും മടക്കി കുത്തി അവൻ ഓടി. സ്റ്റെപ്പുകൾ പലതും താണ്ടിയും ചാടിയുമാണ് അവൻ ഓടിയത്. നേരെ ചെല്ലുമ്പോൾ ഹാളിലെ സോഫയിൽ എൽസ ഇരിപ്പുണ്ട്. അവൾക്ക് ചുറ്റും വീട്ടിലെ മറ്റംഗങ്ങളും. ഒരു സൈഡിലേക്ക് മാറി ലൂക്കയും നിൽപ്പുണ്ട്. എല്ലാവരെയും തള്ളിമാറ്റി ദേവൻ അവൾക്കരികിലേക്ക് ചെന്ന് താഴെ മുട്ടൂത്തിയിരുന്നു. എൽസ മോളെ. ഇടറിയ സ്വരത്തിൽ ദേവൻ അവളുടെ കൈകൾക്ക് മീതെ കൈകൾ ചേർത്തു. എൽസ തലകുനിച്ചിരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അൻപുവേട്ട, ഞാൻ എൻ്റെ ദേവൂട്ടിയും കുഞ്ഞ് എവിടെയാണ് അൻപുവേട്ട? നിറകണ്ണുകളോട് അവളെ ചോദിച്ചപ്പോൾ തകർന്നു പോയ ദേവനും അവന് പുറകെ വന്ന ഭദ്രയുമായിരുന്നു. പറയാൻ അൻപുവേട്ട, എവിടെയാണ് എൻ്റെ ദേവൂട്ടിയും കുഞ്ഞിയും? ലൂക്ക ആ ചോദ്യത്തിൽ തറഞ്ഞു പോയി. ശേഷം കലിതുള്ളിക്കൊണ്ട് അവൾക്കരികിലേക്ക് വന്നു. നിർത്തടി, അത് ഞങ്ങൾ നിന്നോടാ ചോദിക്കണ്ടേ. പറയടി, എവിടെ ദേവൂട്ടിയും കുഞ്ഞും? ഇവൾക്കെല്ലാം അറിയാൻ ദേവ, ഇവള് ചതിക്കുവാ. ഇവൾക്ക് ബോധം വന്ന് ഇന്നും നിലയൊന്നല്ല, ഇവിടെ ഈ വീട്ടിൽ വന്ന് മയങ്ങി വീണപ്പോൾ അവൾക്കെല്ലാം ഓർമ്മ വന്നു. എന്നിട്ട് ഇവളെല്ലാവരെയും പൊട്ടന്മാരാക്കുമായിരുന്നു. എന്നാൽ ഇത് ഞാൻ അറിയുന്ന ദിവസങ്ങൾക്ക് മുമ്പാ. പെറ്റി വീണ അന്നു മുതൽ കാണുന്നതാണ് ലൂക്ക ഇവള്. എന്റെ നെഞ്ചിൽ കൊണ്ടാണ് ഞാൻ വളർത്തിയത്. ഇവളുടെ ഓരോ ചലനവും എനിക്ക് മനപ്പാടാ. ആ എന്റെ മുന്നിൽ ഇവൾ ഇത്ര ഭംഗിയായിട്ട് അഭിനയിച്ചെങ്കിൽ ഇവൾ ഈ പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന് ഉറപ്പാ. പറയടി, എവിടെയാണ് ദേവൂട്ടിയും കുഞ്ഞിയും? കഴിഞ്ഞ 3 വർഷമായി രാവും പകലില്ലാതെ അലിയുവാണ് ഞങ്ങൾ അവർക്കായി. നിന്റെ ഓർമ്മ തിരിച്ചിട്ടാനായി അമ്പലവും പള്ളികളും കയറിയിറങ്ങുക. അതുകൊണ്ട് പറ, എവിടെയാടി അവർ? ലൂക്കയുടെ ആ മുഖം ആദ്യമായിട്ടാണ് എൽസ കാണുന്നത്. അവൾ വല്ലാതെ പയന്നു. കണ്ണുകൾ തോരാതെ പെയ്തു. എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത ഭാഗം അടിച്ചതാണെന്നുകൂടെ അറിഞ്ഞപ്പോൾ തറഞ്ഞിരുന്നു പോയി. ഭദ്രയുടെ മുഖത്ത് പരിഭ്രാന്തിയായിരുന്നു. എല്ലാം കേട്ട് ദേവൻ താഴേക്ക് തളർന്നിരുന്നു. എൽസ പതി എഴുന്നേറ്റ് ദേവനരിലായി ചെന്നിരുന്നു. അൻപുവേട്ട, സത്യമാണ് ഞാൻ പറഞ്ഞു. എനിക്കറിയില്ല ദേവൂട്ടിയും കുഞ്ഞ് എവിടെയാണെന്ന്. അറിഞ്ഞിരുന്നേ ഞാനിന്ന് അവർക്കരികിൽ ഉണ്ടായേനെ. എനിക്കറിയില്ല അൻപുവേട്ട. അവർ ഞാൻ അവസാനമായിട്ട് കാണുന്നത് ആ ക്രിസ്മസ് രാത്രിയിലാണ്. അതും ദൂരെ നിന്നൊരു നോട്ടം. ഞാൻ കാത്തിരിക്കുന്നറിഞ്ഞ് എന്നെ കാണാൻ കാറിൽ നിന്ന് ഇറങ്ങി വന്നാണ് രണ്ടുപേരും. പക്ഷെ അപ്പോഴേക്ക് അവർ സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ഒരു ലോറി ഇടിച്ചു കയറി. അതിൽ നിന്ന് അപ്പച്ചൻ്റെയും സാറാമ്മച്ചിയുടെയും ശബ്ദം ഉയർന്നു. അതുകൂടാതെ കാറിൽ നിന്ന് തെറിച്ച ഡോർ കുഞ്ഞിയുടെയും ദേവുവിൻ്റെയും മേലേക്ക് തെറിച്ച് വീണു. അവർ റോഡിലേക്കും. എല്ലാം കൂടെ കണ്ടുന്ന എൻ്റെ കണ്ണിലേക്ക് ഇരുട്ടായിരുന്നായി തോന്നി. ഞങ്ങൾ 3 പേരെയും സ്വന്തം മക്കളായി കണ്ട അപ്പച്ചൻ്റെയും സാറാമ്മച്ചിയുടെയും ശബ്ദം ഞാൻ അവസാനമായി കേട്ടത്. ഇവരെൻ്റെ 3 മക്കളെന്ന് അപ്പച്ചൻ എല്ലാവർക്കും മുമ്പിൽ പറയുന്നതായിരുന്നു എൻ്റെ കാതുകളിൽ മൂളിയത്. ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് കാണിച്ച സ്നേഹം. രേവതി അമ്മ എന്നെ മോളെ എന്ന് വിളിച്ച് തഴുകുമ്പോൾ പലപ്പോഴും സാറാമ്മച്ചിയുടെ മുഖൻ്റെ മുന്നിൽ മിന്നി മറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് തേനീച്ച മൂളുന്ന ശബ്ദം കാതിൽ തുളച്ചു കയറി. അതുകൊണ്ടാവണം എനിക്കെല്ലാം ഓർമ്മ വന്നു. പക്ഷേ 3 വർഷം ഈ ലോകമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാതെ പെട്ടെന്ന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാവരോടും ഭയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ക്ഷമിക്കണം. അൻപുവേട്ട, എന്നോട് ക്ഷമിക്കും പ്ലീസ്. അവൾ പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുനീർ എല്ലാവരുടെയും മനസ്സുലച്ചു. ലൂക്കയുടെ ഒഴിയെ ദേവൻ എൽസയെ ചേർത്ത് പിടിച്ചു. എൽസ അവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. സാറില്ലടാ, എൻ്റെ എൽസ മോൾക്ക് സുഖമായില്ലേ? ആനന്ദുവേട്ടന് അത് മതി, മോള് കരയണ്ട. അവൾ വാത്സല്യപൂർവ്വം ദേവൻ തലോടി. ലൂക്ക ഒന്നും ഇടാ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് എൽസ വിങ്ങിലോടെ നോക്കി നിന്നു. എന്നാൽ ഭദ്ര അവന് പുറകെ ചെന്നു. ലൂക്ക, അച്ഛാ ഒന്ന് നിന്നേ, ഞാനൊന്ന് പറയട്ടെ. അവന് പുറകെ ഓടിക്കൊണ്ട് ഭദ്ര പറഞ്ഞു. അവളുടെ വിളിയിൽ ലൂക്ക നിന്നു. വേണ്ട ഭദ്ര, അവൾക്ക് വക്കാലത്ത് പിടിക്കാനാണെങ്കിൽ വേണ്ട. എനിക്ക് കഴിയില്ല അവളോട് ക്ഷമിക്കാൻ. എൻ്റെ വേദന അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കൈത്തണ്ട കൊണ്ട് മുഖം തുടച്ച് ലൂക്ക പറഞ്ഞു. ശരിയാ, അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയില്ല അച്ചായ നിങ്ങൾ കാത്തിരുന്നു. അവളെ അച്ചായൻ്റെ മാത്രം എൽസായി തിരിച്ചിട്ട. അച്ചായൻ കൂടെ പിണങ്ങിയ അവൾക്ക് പിന്നെ ആരാ ഉള്ളത്? ഞങ്ങൾക്ക് എത്ര ആശ്വസിപ്പിച്ചാലും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ചായനെ പോലെ വരും.
അവൾക്ക് ഈ ഭൂമിയിലുള്ള ഒരേ ഒരു മേൽവിലാസം ഈ അച്ചായൻ്റെ പെണ്ണ് എന്നത് മാത്രം. അവൾ നിങ്ങളുടെ കെട്ടിയോളാം. അവൾ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കുമ്പോഴല്ലേ ആ ബന്ധം ദൃഢമാവുന്നു. ഒന്ന് ക്ഷമിച്ചുകൂടെ അവളോട്? ഭദ്ര കെഞ്ചിക്കൊണ്ട് കൂട്ടുകാരിക്കായി അപേക്ഷിച്ചു. ഭദ്ര, പ്രണയത്തിന്റെ സുഖം അതിന്റെ വേദനയും മറ്റാരെക്കാളും നിനക്കറിയാം. അതുകൊണ്ട് എൻ്റെ മനസ്സെനിക്ക് മനസ്സിലാവും. അവളോട് എനിക്കുള്ള പ്രണയം എന്നെ ഇപ്പോൾ വേദനിപ്പിക്കുന്നു. അവൾ വെറുക്കാൻ തന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ അവളെ പഴയ പോലെ സ്നേഹിക്കാൻ എനിക്കല്പം സമയമെടുക്കും. അതുവരെ എന്നോടൊന്നും പറയരുത്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നിന്റെ വാക്കുകളെയും. അതുകൊണ്ട് ഈ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ തള്ളിക്കളയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ലൂക്ക പടിയടന്നു പോയി. ലൂക്ക നടന്നകലും നോക്കി നിൽക്കുവാണ് ഭദ്ര. അപ്പോഴാണ് ചുമലാരുടെ കൈ പതിയുന്നത്. നോക്കുമ്പോൾ കാത്തുമുത്തുവാണ്. എന്താ മുത്തശ്ശി? ഭദ്ര പുഞ്ചിരി വയ്ക്കാൻ ശ്രമിച്ചു. ആ കുട്ടിയുടെ അസുഖം മാറിയില്ലേ? രേവതി പറയുന്ന കേട്ടു. ആ ചെറുക്കൻ എന്തിനാ കരയുന്നേ? സന്തോഷം കൊണ്ടാവുമല്ലേ? എൻ്റെ ആദ്യാനും ഇങ്ങനെയായിരുന്നു. സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയും. സ്വന്തം ഭർത്താവിന് ഓർത്തുകൊണ്ടാണ് അവരുടെ കണ്ണുകളും നിറഞ്ഞു. അത് വേഷ്ടിയുടെ തലപ്പുണ്ട് തുടച്ചു നീക്കി. വിഷമിക്കലേ മുത്തശ്ശി, ജീവിതം അങ്ങനെയാണ്. ഭദ്ര അവരെ ആശ്വസിപ്പിച്ചു. ഏയ് അല്ല മോളെ, വിഷം വെച്ച് വന്നാലും ചെരവൊക്കെ അടിച്ചതാ. അങ്ങേരെ ഏത് ഒരുത്തേയും കൊണ്ട് വന്ന് എന്നോട് പറയാം ഇതെന്റെ ഭാര്യയും വീട്ടിൽ 3 മക്കളും ഉണ്ടെന്ന്. അപ്പൊ പിന്നെ വിഷം വെക്കാനൊന്നും നേരം കിട്ടിയില്ല. കൈ കിട്ടിയ ചെര വെച്ചൊന്ന് അങ്ങ് കൊടുത്തു. പിന്നെ ആ മുഖം ഒന്ന് കാണണം, ഏതാണ്ട് വവ്വാല് ചപ്പിയ പോലെ. മനസ്സിന് വിഷമം തോന്നുമ്പോൾ അങ്ങേരുടെ വവ്വാല് ചപ്പിയ ആ മുഖം ഓർക്കും. പിന്നെ ചിരിയുടെ ഇടയിൽ വിഷമം അങ്ങ് മറക്കും. നല്ല തമാശയാ മോളെ, മോൾക്ക് ഞാൻ ചിത്രം കാണിച്ചു തരാം കേട്ടോ. ചിരിയോടെ കാത്തത് പറയുമ്പോൾ ഉപദേശിക്കാൻ ചെന്ന ഭദ്ര ആരായി? പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. നേരെ തിരിഞ്ഞു നോക്കാതെ ഒറ്റ ഓട്ടം. പുതിയ ഡാൻസ് സ്റ്റുഡിയോയുടെ പണിയടക്കുന്നിടത്താണ് ജസ്റ്റി. ചേട്ടാ, മിറൊന്നും പൊട്ടിക്കല്ലേ? കൂടെ കൂടെ ഇത് തന്നെ പറയണവൻ. ഇനി കയ്യിൽ പണിക്കാർക്ക് കൂലിയെടുക്കാനുള്ള പൈസ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്നത്തോടെ പണി നിർത്തേണ്ടി വരും. ഇനി കയ്യിൽ കാശില്ലാതെ മുന്നോട്ടൊരു അടി വെക്കാൻ കഴിയില്ല. ഓരോന്നോത്ത് ഷർട്ടിന്റെ പോക്കറ്റിന് മീതെ പതിയെ തലോടി. അപ്പോഴാണ് അന്നാമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ജസ്റ്റിച്ചോ, എന്തായി കഴിഞ്ഞ പരിപാടികൾ? ചുമലിലെ ബാഗൊന്ന് ഒതുക്കിക്കൊണ്ട് അന്നെ ചോദിച്ചു. ആ, നീയായിരുന്നു. വാ, ഇവിടെ അപ്പടി പൊടിയാ, അതിന് സംസാരിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചു ക്യാബിനിലേക്ക് ജസ്റ്റി കയറി. അവന് പുറകെ അന്നാമ്മയും. ജസ്റ്റിയുടെ മുഖത്ത് തെളിച്ചമില്ലെന്ന് അന്നയും ശ്രദ്ധിച്ചു. അവനകത്തെ ചെയറിൽ കയറിയുന്നു. അന്നാമ്മ ടേബിളിന് മുകളിലും. ഞാൻ ചോദിച്ചിരുന്നു, നീയൊന്നും പറഞ്ഞില്ല. എന്തായി കഴിഞ്ഞോ? വീണ്ടും അന്നെ ചോദിച്ചു. നിന്നോടായിട്ട് പറയാലോ, ഇന്നത്തെ കൂലിക്കുള്ള മാത്രമേ ഈ കയ്യിലുള്ളൂ. ഒരു കാലി ചായക്ക് പോലും പിന്നെ 10 രൂപ എടുക്കാൻ എൻ്റെ കയ്യിലില്ല. ബാഗിലുണ്ടായിരുന്ന കയ്യിലുള്ള നുള്ളിപ്പെറുക്കിയാ ഇത് തുടങ്ങുന്നു. അപ്പനോട് ചോദിച്ച വഴക്ക് പറഞ്ഞാലും തരും. പക്ഷെ വേണ്ട, അല്പം വൈകിയാലും സ്വന്തം കാശിൽ പണിയണമെന്നാണ് മനസ്സിലാഗ്രഹം. ഈ നാട്ടിലെ ആദ്യത്തെ ഡാൻസ് കമ്പനിയാണ്. അതെൻ്റെ സ്വന്തം അധ്വാനത്തിൽ വേണമെന്ന് ഒരു തോന്നൽ. പറയാൻ അല്പം ചടപ്പോടെ ജസ്റ്റ് ചെയറിൽ ചാരിയുന്നു. ഇനി എന്നാ ചെയ്യും? എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ? ഉത്തരവാദിത്ത ബോധം അവൾ ചോദിച്ചു. അറിയില്ല, സുൽത്താനോട് എവിടുന്നേലും ഒപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ആയാലും അത്രയായി എന്ന് പറയാം. പിന്നെ ചിട്ടി പൈസ കുറച്ച് വരാനുണ്ട്. പറ്റിയ കാഴ്ചത് ചിട്ടി പിടിക്കണം. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. എന്താടി, ഒന്നും വേണ്ടായെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ അപ്പം വല്ല സാഹിബിനെയും കൊണ്ടുവന്നോ മോളെ കെട്ടിക്കാൻ? വിഷമത്തിനിടയിൽ ഒരു പുഞ്ചിരി വ്യക്തിയോട് ജസ്റ്റ് ചോദിച്ചു. അതിന് അന്നാമ തലക്കിട്ട് നല്ലൊരെണ്ണം കൊടുത്തു. ശേഷം ബാഗിൽ നിന്ന് റബ്ബർ ബാൻഡ് ചുറ്റി എന്തോ കയ്യിലെടുത്തു. ഇന്നാ ഈ തരാനാ വന്ന്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ശമ്പളം കിട്ടി വീട്ടിലെ ചെലവും കഴിഞ്ഞ് പൂഴ്ത്തി വെക്കുന്ന 6000 ഉണ്ട്. കൂലി കൊടുക്കാനായാലും അത്രയെങ്കിലും. ഇന്നലെ നിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്തോ വിഷമമുള്ള പോലെ. തിരിച്ചന്ന് ഒരുപാട് നല്ലവരൊന്നും ആവണ്ട. ചുരുട്ടിയ റബ്ബർ ബാൻഡിട്ട പൈസ അവൾ ജസ്റ്റിയുടെ പോക്കറ്റിലിട്ടു. അതിന് ജസ്റ്റിന് ചിരിച്ചു. എന്നാൽ അന്ന ബാഗ് സൈഡിലേക്ക് വെച്ചുകൊണ്ട് പതിയെ കഴുത്തിൽ കുരിശോർത്ത സ്വർണ്ണച്ചീന അഴിച്ചു മാറ്റി ജസ്റ്റിക്ക് നേരെ നീട്ടി. ഇതിവിടെ ഇരുന്നോട്ടെ, വിൽക്കണ്ട, പണയം വെച്ചാൽ മതി. പക്ഷെ ഇതെനിക്ക് തിരിച്ചെടുത്ത് തന്നെ കേട്ടോ. വലിയമ്മച്ചി കണ്ണായിരുന്ന മുന്നിന്റെ കയ്യിൽ തന്ന സെന്റിമെന്റൽ പ്രോപ്പർട്ടിയാ. അന്നാമ നീട്ടിയപ്പോൾ ജസ്റ്റ് ഇരുന്നിരുന്ന് എഴുന്നേറ്റ് ഒരു പുഞ്ചിരിയോടെ പതിയത് കയ്യിൽ വാങ്ങി. ശേഷം അത് അവളുടെ കയ്യിൽ കോർത്ത് നന്നായി കടിച്ചമർത്തിട്ട് കൊടുത്തു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതാ കഴുതി തന്നെ കിടന്നോട്ടെ. അതതിൻ്റെ ഭംഗി. പൈസ കൽപ്പം ടൈറ്റ് ഉണ്ടെന്നുള്ള സത്യം. പക്ഷെ സ്വർണ്ണത്തിൽ തൊട്ടുള്ള കളി വേണ്ട കേട്ടോടി. ഈ പൈസ ഞാൻ വാങ്ങി നിന്റെ അന്യായി കണ്ടു എന്ന് തോന്നണമെന്ന് കരുതിയ, അല്ലാതെ മേടിക്കാഷ്ടമുണ്ടായിട്ടല്ല. നീ മേടിക്കണ്ട, ഈ ഒരു മാസം കൂടെ. അടുത്ത മാസം നമ്മൾ തുറക്കും. അന്നാമയുടെ ഇരുവശത്തും കൈകുത്തിന്നുകൊണ്ട് ജസ്റ്റി പറഞ്ഞു. എന്നാൽ ക്ഷണനേരം കൊണ്ട് അന്നാമ ജസ്റ്റിയുടെ അധരങ്ങൾ സ്വന്തമാക്കി. ടേബിളിന് മുകളിൽ ഇരുന്നുകൊണ്ട് അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് തന്നിലേക്ക് അടുപ്പിച്ച്. ജസ്റ്റിയുടെ കൈകൾ അന്നയുടെ ഇടുപ്പിൽ മുറുകി. അവൾ അവന്റെ അധരങ്ങൾ ആവേശത്തോടെ നുണഞ്ഞു. ആദി ചുംബനത്തിന്റെ ലഹരിയേക്കാൾ ശ്വാസം കിട്ടാതെ തട്ടിപ്പോകുമെന്ന പേടിയാണ് ജസ്റ്റി. ഏറെ നേരത്തെ ആവേശത്തോടെയുള്ള ചുംബനത്തിന് ശേഷം കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അന്നെ ടേബിളിൽ നിന്ന് ചാടിയിറങ്ങി യാത്രയില്ലാതെ നടന്നകന്നു. അപ്പോഴും കിളിപോയ കണക്കി നിൽക്കാനേ ജസ്റ്റി കഴിഞ്ഞുള്ളൂ. എൽസയുടെ വാക്കുകൾ ചെറുക്കൽ തറവാട്ടിലെ എല്ലാ അംഗങ്ങളെയും ഒന്ന് ഒലിച്ചെങ്കിലും അവർക്ക് എൽസയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ദേവൻ കുളിച്ച് കണ്ണാടിക്കുമ്പോൾ നിൽക്കുമ്പോഴാണ് കോഫിയുമായി ഭദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ഇതാ കോഫി, അവളത് നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനൊന്ന് തുറിച്ചു നോക്കി വീണ്ടും കണ്ണാടിയിലേക്ക് മുഖം തിരിച്ചു. എവിടേക്കാണാവോ കാലത്തേനെ കുളിച്ചിറങ്ങി? വല്ല പെണ്ണുകാളിലുണ്ടോ ഇത്രക്ക് അങ്ങോട്ട് ഒരുങ്ങാൻ? ദേവന്റെ മനസ്സിൽ വിഷമം മനസ്സിലാവുന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്ത മട്ടിൽ ഭദ്ര വഴക്കിനെ തിരികൊളുത്തി.
നിന്റെ അച്ഛനെ കെട്ടിക്കാൻ എന്ത് വരുന്നോ? ആ ഒറ്റ ചോദ്യത്തിൽ തന്നെ ഒന്നും വേണ്ടായിരുന്നു തോന്നിപ്പോയി ഭദ്രക്ക്. ഒരു 5 മിനിറ്റിൽ ഞാനും വരുന്നുണ്ട്, എന്നെ സ്കൂൾ മുമ്പിൽ ഇറക്കിയേക്ക്. കബോർഡിൽ നിന്ന് സാരി എടുത്തുകൊണ്ട് ഭദ്ര പറഞ്ഞു. 2 കാല് ദൈവം തന്നിട്ടുണ്ടല്ലോ, നടന്നങ്ങ് പോയാൽ മതി. പുച്ഛം വാരി വിതറിക്കൊണ്ട് ദേവൻ പറഞ്ഞു. എന്നെ കെട്ടിയ നിങ്ങളാണെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തം, അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ കൊണ്ടായിക്കോ. പുച്ഛത്തിന് നല്ല മറുപടി ഭദ്രയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആണല്ലേ, ഞാൻ നിന്റെ കെട്ടിയവനാണല്ലോ, ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും എനിക്കുണ്ടല്ലോ. ഇനി വാക്ക് മാറ്റിയത് കേട്ടോ, ഞാൻ കാത്തിരിക്കാം, നീ റെഡിയാവും. എന്തോ മനസ്സിൽ കണക്കായിക്കൊണ്ട് ദേവൻ ചേറിൽ കയറിയിരുന്നു. ഉദ്ദേശം മനസ്സിലാവാതെ ഭദ്രയൊന്ന് പുച്ഛിച്ചു. അവൾ സാരിയുമായി കണ്ണാടിക്കുമ്പോൾ ചെന്നു. അതെ, എനിക്ക് ഡ്രസ്സ് മാറണം, അതുകൊണ്ട് പുറത്തു പോകണം മിസ്റ്റർ ദേവാനന്ദ്. കണ്ണാടികൾ നോക്കിക്കൊണ്ട് പറയുന്ന കൂട്ടത്തിൽ ധാവണിയുടെ പിന്നെ അവൾ അഴിച്ചു മാറ്റി. എൻ്റെ മുറി, എൻ്റെ ചെയർ, എൻ്റെ ഭാര്യ, ഇവിടെ നിൽക്കാനുള്ള എല്ലാ അവകാശങ്ങളും എനിക്കുണ്ട്. ഭാര്യ മാറ്റിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. ഒരു ഇളിയോടെ ദേവൻ പറഞ്ഞു. അതിന് വെച്ച വെള്ളം മോനങ്ങ് വാങ്ങി വെച്ചേ കേട്ടോ, ഇറങ്ങി പുറത്ത് എമ്മാടി. കൂർപ്പിച്ച് നോക്കിയിട്ട് ഭദ്രേ, നീ വലിയ താലി മഹാത്മ്യം വിളമ്പിയതാണല്ലോ. ആ താലി കഴുത്തിൽ കെട്ടിയതോടെ നിന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെ അവകാശം ഞാനാ, മറ്റാരും അല്ലല്ലോ ഭാര്യ, ഞാനല്ലേ? അല്ല പിന്നെ, എന്നോട് അവളുടെ കളി. ഓഹോ ആയിക്കോട്ടെ, നിന്നെ ഓടിക്കള വഴി എനിക്കറിയാം തെമ്മാടി. പതിഞ്ഞ സ്ഥലത്തിൽ പറഞ്ഞുകൊണ്ട് ഭദ്ര ബോഡി ലോഷൻ കയ്യിലേക്ക് എടുത്തു. അത് കയ്യിൽ പകർത്തി കഴുത്തിലും കയ്യിലും കാലുകളും തേച്ചു പിടിപ്പിച്ചു. അതിനോടൊപ്പം വശ്യമായൊരു നോട്ടവും. ഇത് കാണവേ ദേവനൊന്ന് പതിയെ ഉമിനീരിറക്കി. ഭദ്ര വളരെ പതിയെ മുടിനാരുകൾ ഒരു വശത്തേക്ക് ഇട്ട് പുറമേനിയിൽ അവൾ തേച്ചു പിടിപ്പിച്ചു. ദേവൻ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ മോനെ തെമ്മാടി. നിന്റെ വീക്ക്നെസ് എന്നെക്കാൾ നന്നായിട്ട് ആർക്കറിയാം. നീ തെമ്മാടിയാ, പക്ഷെ ഡീസന്റ് തെമ്മാടിയാ. ആത്മഗതിച്ചുകൊണ്ട് ഭദ്ര പതിയെ ദാവണിൽ കൈ ചേർത്ത് ദേവനെ ഇടം കണ്ടിട്ട് നോക്കി. 2 കണ്ണ് ഇപ്പോൾ പുറത്തു വരുന്ന മട്ടിലാണ്. അവൾ ദാവണി അഴിച്ചു മാറ്റവൻ ദേവൻ ഇരുന്നിട്ട് പുല്ലുപോലും മുളക്കില്ലെന്ന മട്ടിലായി. ദേവൻ വേഗം സ്ഥലം കാലിയാക്കി. വൃത്തിയിട്ടവള്, നാണയില്ലാത്തവള്. ഇവിടെ നാവിൽ നിന്ന് സത്യം അറിയുമ്പോഴേക്കും ഞാൻ കുറെ വിയർക്കും. ഭദ്രയെ നന്നായി സ്മരിച്ചുകൊണ്ട് ദേവൻ ഗോവണി ഇറങ്ങി. ഭദ്രാവൻ പോയതോർത്ത് പൊട്ടിച്ചിരിക്കുകയാണ്. അയ്യട, ഒരു തെമ്മാടി വന്നിരിക്കുന്നു. സ്നേഹിച്ച പെണ്ണിനെ ചുംബനം കൊണ്ട് പോലും കളങ്കപ്പെടുത്താത്തവനാ. അപ്പോഴാ എന്നോട്. ഓരോന്നോർത്ത് ഭദ്ര വീണ്ടും ചിരി തുടർന്നു. ദേവൻ ഹാളിലേക്ക് ഇറങ്ങിയിരുമ്പോഴാണ് ചുറ്റും നോക്കി പമ്മി ഒരുത്തൻ കഥ കടന്ന് വരുന്നു. നോക്കണ്ട, നമ്മുടെ കിച്ചുവാണ്. ദേവന്റെ ആ ഒറ്റലർച്ചയിൽ കിച്ചു ഞെട്ടി ചുറ്റും നോക്കി. ഇവിടെ എന്താണ് കാലത്ത് തന്നെ, അതും മൊത്തത്തിലൊരു കള്ളലക്ഷണം. കിച്ചുവിനെ ചൂടി നോക്കിക്കൊണ്ട് ദേവൻ ചോദിച്ചു. അതിനവനൊന്ന് വിളിച്ചു കാണിച്ചു. ആഹാ ദേവ, നീ ഇവിടെ ഉണ്ടായിരുന്ന? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. നിനക്ക് സുഖല്ലേടാ? ഒരു കള്ളലക്ഷണം തരാൻ ചിരിയോടെ കിച്ചു ചോദിച്ചു. എന്നാൽ ക്ഷണനേരം കൊണ്ട് ദേവൻ അവന്റെ കൈ പുറകിലേക്ക് തിരിച്ചു പിടിച്ചു. എന്താടാ, എന്ത് ഒപ്പിച്ചിട്ടാ വന്ന്? സത്യം പറഞ്ഞോണം. തിരിച്ചു പിടിച്ച കൈയുമായി ദേവൻ ചോദിക്കവേ കിച്ചു നിന്ന് തുള്ളി. രേവതി അമ്മേ, അച്ഛാ ഓടിവായോ, ഇവനെന്നെ കൊല്ലുന്നേ അമ്മേ! കീറിപ്പൊളിച്ച് നിലവിളിക്കാണ് കിച്ചു. അവന്റെ ശബ്ദം കേട്ട് രേവതിയും നവ്യയും അടുക്കളയിൽ നിന്ന് ഓടി വന്നു. എന്താടാ, എന്താ? ഹോ, 2 കുട്ടികളാന്ന വിചാരം. വീട് ദേവാവനെ. രേവതി അമ്മ കിച്ചുവിനെ ദേവനിൽ നിന്ന് മോചിപ്പിച്ചു. ശേഷം തിരിച്ച് കയ്യിൽ വാത്സല്യത്തോടെ തലോടി. കൂട്ടത്തിൽ ദേവന്റെ കൈക്കിട്ടൊരടി. ആ ചെറുക്കനെ എന്തിനാണ് വെറുതെ ഉപദ്രവിക്കുന്നത്? അതാകെ ഞാഞ്ഞൂള് കണക്കേ ഉള്ളൂ. നിന്റെ ഉരുട്ടിയ മസിലും വെച്ച് തിരുമ്മി അതിന് നോവില്ലടാ. ഒന്ന് കെട്ടാൻ പ്രായമായി. അപ്പോഴാ തമ്മിത്തൽ. മാറിക്ക അങ്ങോട്ട്. രേവതി അമ്മ 2 തള്ളി നീക്കി അടുക്കളയിലേക്ക് നടന്നു. ഓ, അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്നെക്കാൾ കയറുന്ന ഇവനാണല്ലോ. വരുന്നേ വാടാ, ഞാൻ പോവാ. മുണ്ട് മടക്കി കുത്തി ദേവൻ പറഞ്ഞു. ഞാനില്ല, നീ വിട്ടോ. ഞാൻ അമ്മയടുത്തേക്ക് കാണാൻ വന്ന. നമ്മൾ ഈ ചീള് പിള്ളേരായിട്ടുള്ള ഇടപാട് വിട്ടു. പൂച്ചിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. ഇവന് ഇന്ന് ഞാൻ. ദേവൻ തിരികെ വരാൻ നിൽക്കവേ കിച്ചു പതിയെ അടുക്കളയിലേക്ക് വലിഞ്ഞു. നേരെ കിച്ചൺ സ്ലാബിന് മുകളിൽ സ്ഥാനം പിടിച്ചു. രൂപയും നവ്യ അവൻ ഉറ്റുനോക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ പ്ലേറ്റിൽ നേരത്തെ ഉണ്ണിയപ്പം തിന്നുവാണ് അവൻ. അവർ ചിരിയോടെ കാലത്തേക്കുള്ള പ്രാതലുമായി കിച്ചണിൽ നിന്നും പുറത്തുപോയി. രേവതി ദോശ ഇടുന്ന തിരക്കിലാണ്. അതെ ദേവുമാ, ഞാൻ സംശയം ചോദിച്ചോട്ടെ, എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. കിച്ചു ഉണ്ണിയപ്പം വാരിനോട് ചോദിച്ചു. എന്താടാ, വല്ല കുരുത്തക്കേടും ആയിരിക്കും, നീ ചോദിക്ക്. രേവതിയും മറുപടി കൊടുത്തു. അതില്ലേ രേവുമാ, ഒരാൾ കുട്ടി ഉണ്ടാവാൻ പ്രേരിപ്പിക്കാൻ എന്താ ചെയ്യണ്ടേ? കിച്ചു വീണ്ടും ഒരു ഉണ്ണിയപ്പം തിരികെ കയറ്റി. എന്താ പറഞ്ഞേ? രേവതി മനസ്സിലാവാതെ കിച്ചുവിനരികിൽ വന്നിട്ട് ചോദിച്ചു. ഹോ, വയസ്സായിട്ടോ, ചെവി നീടായിട്ട് തീരെ കേൾക്കുന്നില്ല. എത്ര തവണ പറയും ഈ കുട്ടി ഉണ്ടാവും ഒരാൾ എങ്ങനെയാണ് പ്രേരിപ്പിക്കേണ്ടതെന്ന്? അത് ചോദിച്ചാൽ മാത്രമേ കിച്ചിന് ഓർമ്മയുള്ളൂ. പിന്നെ ദോശച്ചട്ടം കൊണ്ട് അറിഞ്ഞപ്പുറഞ്ഞ അടിയായിരുന്നു. കിച്ചു സ്ലാബിൽ നിന്ന് എടുത്തിയാടി. വായി നോക്കി നടക്കുമല്ലേ, പ്രണയത്തിനാണെന്ന് കരുതിയപ്പോൾ അവന് ചിന്ത കണ്ടില്ലേ? ഏത് പെണ്ണിനെ പ്രേരിപ്പിക്കാണ്ട പറയടാ. കൈയും കാലും പിടിച്ചു വെച്ച് വീണ്ടും കിട്ടി 3-6 എണ്ണം. അയ്യോ അടിക്കലമ്മേ, നിർത്ത്, ഞാൻ അതല്ല. നിർത്തമ്മ. അവ രേവതിയെ പിടിച്ചു വെച്ചു. എന്നാൽ വീണ്ടും കൈ കുടഞ്ഞൊന്ന് കൊടുത്തു. കൊല്ല്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ ഒന്നും ഉദ്ദേശിക്കണ്ടടാ, മൊട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴാ അവൻ്റെ ഒരു കുട്ടി. അയ്യോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നിട്ട് തല്ലിയെ കൊല്ലി എന്തോ ചെയ്തോ? നിങ്ങളുടെ മകളിലെ ദേവൻ അവന് കൊച്ചുണ്ടാകുന്ന കാര്യം പറഞ്ഞു.
എന്റെ പെണ്ണ് അവനൊരു കൊച്ചുണ്ടാകുന്നവരെ കണ്ടീഷൻസ് വെച്ചിരിക്കുക. അമ്മയല്ലേ സഹായിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ അമ്മയോട് ചോദിച്ചു. അതിനാണ് എന്നെ തല്ലിയെ. കിച്ചു പറയുന്നിട്ട് രേവതി അടുത്തേക്ക് ചെന്നു. വേണ്ട, മുന്നോട്ട് വരരുത്, ഇനി തല്ലല്ലേ, അറിയാതെ ചോദിച്ചു പോയതാ. ഓരോ ഗോഷ്ടി കാണിച്ച് നിൽക്കവേ രേവതി അവനെ തലോടി. അശോടാ, അതായിരുന്നു നമുക്ക് മനസ്സിലായില്ലടാ. ഞാനും ആ ചിന്തയിലായിരുന്നു. എന്റെ പൊന്നു മോന, നമുക്കൊരു വഴി കണ്ടുപിടിക്കാം കേട്ടോ. രേവതി കിച്ചുവിനെ സമാധാനിപ്പിച്ചു. കിച്ചു ഒന്ന് ശാന്തനായി. എന്നാൽ പെട്ടെന്ന് രേവതി കരട് നോക്കിന്ന് കൊടുത്തു. അവന്റെ ഒരു സംശയം. ചിരിച്ചുകൊണ്ട് പറയുകയും തലകുടിയും ചെയ്ത് ദോഷമായി അമ്മ പുറത്തേക്ക് പോയി. ഈ തള്ളക്ക് വട്ടാടാ എന്ന മട്ടിൽ കിച്ചു അടുക്കള വഴി പുറത്തേക്കും. കിച്ചു പുറത്തേക്ക് ഇറങ്ങുമേ ദേ നിൽക്കും നമ്മുടെ കാത്തുമുത്തു. ആളെന്തോ തിരയുവാണ്. എന്താണ് കാത്തു ഈ തിരയുന്നേ? കിച്ചു തട്ടി വിളിച്ചോട് ചോദിച്ചു. ആ മോനെ കിച്ച. അല്ലടാ മോനെ, തേങ്ങ വീഴുന്ന ശബ്ദം കേട്ടു, പക്ഷെ കാണുന്നില്ല. എല്ലായിടവും തിരഞ്ഞുകൊണ്ട് കാത്തുമുത്തു പറഞ്ഞു. അയ്യോ, അത് തേങ്ങയല്ല, രേവതിയമ്മ ഒന്ന് തലോടിയ ശബ്ദ. അല്ലടാ, ഈ തൊടിയിൽ തന്നെ, അപ്പുറത്തല്ല. കാത്തുമുത്തി ഇത് തകർക്കും. ആണോ? കെട്ടിയവനും മക്കളും സുഖായിരിക്കുന്നോ? കിച്ചുവിനോടാ കളി. ഇല്ലടാ, കുമാരന്റെ കല്യാണം നടക്കുന്നില്ല. അത് ശരി, നാരായണേട്ടന്റെ വീട്ടിലെ കല്യാണത്തിന് പോയില്ലേ? നല്ല സദ്യയായിരുന്നു. ഇല്ല, ഈ തവണ പാറയമക്കാവ് വെടിക്കെട്ട് പൊളിക്കും. കാളിദാസനാണ് തിടമ്പ്. ഏയ് വേണ്ട, ഞാൻ കഴിച്ചിട്ട് വന്ന്. എന്നേ പോട്ടെ, ഇനി നാളെ ചർച്ച. ഹാവു, എന്തൊരു ആശ്വാസം. ആര് പറഞ്ഞു മ്യാവു, ഞാനാ നിങ്ങളെ കാത്തു, എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം, ആർക്കാണ് ഇഷ്ടം എന്നും പാടിക്കൊണ്ട് കിച്ച് നടന്നു. ഈ ചെറുക്കൻ എന്തിനാ ചർച്ചിൽ പോണേ? ആ എന്തോ ആവട്ടെ. എന്നാൽ ഈ തേങ്ങ ഇവിടെ പോയി. കാത്തുമുത്ത് അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു.